ടെക്ഫ്ലൈ കോഡിംഗ് ചലഞ്ചിന്റെ ഡേ 7 നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ടൈൽവിൻ CSS എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫുൾ വെബ്സൈറ്റ് എന്ത് ചെയ്യാം ഇന്ന് ചെയ്ത് നോക്കാം. ഈ വെബ്സൈറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ടെക്ഫ്ലൈയുടെ സൈറ്റിൽ കയറിയിട്ട് അത് അപ്ലോഡ് ചെയ്യും കൂടി വേണം. അപ്പോൾ ഇനി ഞാൻ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ അസറ്റ് ഫയൽ ടെക്ഫ്ലൈയുടെ സൈറ്റിലുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടെക്ഫ്ലൈ ഡോട്ടിൽ കയറുകയാണ്. ഇവിടെ താഴത്ത് വന്നാൽ നമ്മുടെ ചലഞ്ച് ഉണ്ട്. വ്യൂ ചലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്കിൽ രണ്ടാമത്തത്, അതായത് വെബ്സൈറ്റ് 1 എന്നുള്ളതിൻ്റെ അസറ്റാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ അസറ്റുമ്പോൾ ക്ലിക്ക് ചെയ്തു, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ഫയലുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അൺസിപ്പ് ചെയ്യുക. ഞാനിവിടെ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് macOS അത് എന്താവും, അൺസിപ്പായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഫയൽ നമ്മുടെ VS കോഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഫയലല്ല, ഫോൾഡർ. ഓപ്പൺ ഫോൾഡർ, ഡൗൺലോഡ്സിൽ സ്പോട്ടിഫൈ വെബ്സൈറ്റ് അസറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ HTML ഫയൽ ഇവിടെ ഉണ്ട്, CSSൻ്റെ ഫോൾഡർ ഉണ്ട്. CSSൽ ജസ്റ്റ് നമ്മുടെ റാപ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ ഡിസൈൻ ഇവിടെ ഉണ്ട്. ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫുൾ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതിന് വേണ്ട ഇമേജ് ഫയലുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ നമ്മുടെ HTML ഫയൽ ഉണ്ട്. അതിനകത്ത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടൈൽവിൻ CSS ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസൈനിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആദ്യം ഈ ഹെഡറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഹെഡറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഹെഡർ എഴുതി, നമ്മൾ കഴിഞ്ഞ വെബ്സൈറ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റാപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സെക്ഷൻ റാപ്പർ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ H1ൻ്റെ ഉള്ളിൽ IMG കൊടുക്കുകയാണ്. IMGക്കുള്ളിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇമേജസിൻ്റെ ഉള്ളിലുള്ള ലോഗോ PNG ആണ്. ALT ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലോഗോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ULൻ്റെ ഉള്ളിൽ LIക്കുള്ളിൽ എത്ര LI ഉണ്ട്, 1 2 3 4. അപ്പോൾ 4 LI ഉണ്ട്. അപ്പോൾ LI star 4 അതിൻ്റെ ഉള്ളിൽ A. ഓക്കെ, ഇനി ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹാഷ് ഇട്ട് കൊടുക്കാം, ലിങ്ക് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വരുന്ന ലിങ്ക് ഏതാണ്, പ്രീമിയം സപ്പോർട്ട് ലോഗിൻ ഓർ സൈൻ അപ്പ്. പ്രീമിയം സപ്പോർട്ട് ലോഗിൻ ഓർ സൈൻ അപ്പ്, പിന്നെ ഡൗൺലോഡ്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഗ്ലോ ലൈവ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഇതിവിടെ വന്നിട്ടുണ്ട്, ലോഗോ ഒക്കെ ഇവിടെ മുകളിലുണ്ട്. ലോഗോ വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റാപ്പർ വർക്കിംഗ് ആയിട്ടുണ്ട്, ബാക്കി നമുക്ക് ചെയ്തു പോകാം. ഹെഡറിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു BG ബ്ലാക്ക് കൊടുക്കുകയാണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ റാപ്പറിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഹൈറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, 90 പിക്സൽ. അതേപോലെ നമ്മുടെ H1ഉം ULഉം ഒരേ ലൈനിൽ വന്ന് നിൽക്കണം, അതും സ്പേസ് ബിറ്റ്വീൻ ആയിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്, ഫ്ലക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്പേസ് ബിറ്റ്വീൻ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഏതാണുള്ളത്, ജസ്റ്റിഫൈ ബിറ്റ്വീൻ. ഇനി അതേപോലെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഐറ്റംസ് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അതായത് നമ്മുടെ ഈ ഹൈറ്റിൻ്റെ സെൻറ്ററിലോട്ട് ഐറ്റംസിനെ കൊണ്ടുവരണം. അപ്പോൾ ഐറ്റംസ് സെൻറ്റർ, അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്നുള്ളതിൻ്റെ ക്ലാസ് ആണ് എന്ത്, ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ലോഗോക്ക് എന്ത് ചെയ്യാം, ഒരു വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം. ക്ലാസ് വിഡ്ത്ത് 120 പിക്സലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വരുന്ന എല്ലാ ടെക്സ്റ്റും എന്താണ്, വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ടെക്സ്റ്റ് വൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കാം. അതെന്ത് ചെയ്യുക, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഹെഡറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹെഡറിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടെക്സ്റ്റും എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ ULLA ഐറ്റംസ് എന്താണ്, ഒരേ ലൈനിലാണ് വരേണ്ടത് അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ലൈനിൽ വരണം. പിന്നെ ലാസ്റ്റത്തെ ഐറ്റത്തിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈലുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ULന് ക്ലാസ് കൊടുക്കുകയാണ്. ULന് ഞാൻ ക്ലാസ് കൊടുക്കാൻ പോകുന്നത് ഫ്ലെക്സ് ജസ്റ്റിഫൈ എൻഡ് ഐറ്റംസ് സെൻറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ കൊടുത്തതേ. ഇനി ഫസ്റ്റത്തെ 3 LAക്കും ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് കൊടുക്കാൻ പോവാണ്. ക്ലാസ് മാർജിൻ റൈറ്റ് 10. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മളിവിടെ വന്നിട്ട് ഇത് റീഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് Ctrl+R ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ആവും. ഇനി നമുക്ക് ഈ ലാസ്റ്റത്തെ ഡൗൺലോഡിൻ്റെ സ്റ്റൈൽ മാത്രമേ മാറ്റാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എക്കാണ് ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ് PY, അതായത് പാഡിങ് ടോപ്പും ബോട്ടവും ഒരു 2 കൊടുത്തു, അതായത് 8 പിക്സൽ കൊടുത്തു. അതേപോലെ പാഡിങ് ലെഫ്റ്റും റൈറ്റും ഞാൻ എന്ത് ചെയ്തു, ഒരു 7 കൊടുത്തു. അതേപോലെ BG വൈറ്റ് റൗണ്ടഡ്, അതായത് ബോർഡർ റേഡിയസ് ഫുള്ള് കൊടുത്തു. അതേപോലെ ടെക്സ്റ്റ് ബ്ലാക്ക്. ഇത്രയും പ്രോപ്പർട്ടിയാണ് അതിന് വരുന്നത്. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഹെഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു അല്ലേ. മറ്റേ നമ്മൾ CSSൽ പോയിട്ട് ഓരോ എലമെൻറ്റിനെയും വിളിക്കണം, എന്നിട്ട് പിന്നെ അതിന് സ്റ്റൈൽ കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ ഏതാണ്, നമ്മുടെ ഈ ഒരു സെക്ഷനാണ് വരുന്നത്. മില്യൺസ് ഓഫ് സോങ്സ് ആൻഡ് പോഡ്കാസ്റ്റ് ഇൻ യുവർ പോക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാൻ നമ്മുടെ ഹെഡറിൻ്റെ താഴത്തായിട്ട് അടുത്ത സെക്ഷൻ എഴുതി. ആ സെക്ഷൻ്റെ ഉള്ളിൽ സെക്ഷൻ ക്ലാസ് റാപ്പർ. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു div ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു H1, അതേപോലെ ഒരു എക്കുള്ളിൽ എന്താ കണ്ടന്റ് വരുന്നത്, ഡൗൺലോഡ് ഫ്രീ. H1ൻ്റെ ഉള്ളിൽ മില്യൺസ് ഓഫ് സോങ്സ്, and podcast in your pocket. In your pocket. Okay. ഇവിടെ നമുക്ക് ഈ സോങ്സ് കഴിഞ്ഞിട്ടുണ്ട് ലൈൻ ബ്രേക്ക് ഉണ്ട്. അതേപോലെ ഈ ഇൻ കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ലൈൻ ബ്രേക്ക് ഉണ്ട്. ഇനി നമുക്ക് ഒരു div ക്ലാസ് റൈറ്റ് ഉണ്ട് അല്ലേ. div.write. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമേജ് ഉണ്ട്. ഇമേജസിൻ്റെ ഉള്ളിലുള്ള ഹോം റൈറ്റ് PNG എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇമേജ്. ALT ഞാൻ എന്ത് ചെയ്തു, ഇമേജ് എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ഇമേജ് എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഇമേജ് ടാഗ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും വർക്കാണ്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ക്ലാസ് ലെഫ്റ്റ് അതേപോലെ ക്ലാസ് റൈറ്റ് എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, CSS വിളിച്ച് സ്റ്റൈൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണം, നമുക്ക് അതിന് വേണ്ട സ്റ്റൈൽ ചെയ്ത് തുടങ്ങണം. നമ്മുടെ ഈ ഒരു റീഡ്മി MD ഫയലിൻ്റെ ഉള്ളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ 600 ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ സെക്ഷന് ക്ലാസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, BG ഗ്രീൻ 600 കൊടുത്തു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൻ്റെ ഒരു ഹൈറ്റ് നമ്മുടെ സ്ക്രീനിന് ഫിക്സ് ചെയ്ത് നിർത്തണം. നമ്മുടെ എത്രയാണോ നമ്മുടെ സ്ക്രീന് അതിന് ഫിക്സ് ആക്കി നിർത്തണം. പക്ഷെ അതിന് ഫിക്സ് ആക്കി നിർത്തുന്ന സമയത്ത് നമ്മുടെ ഹെഡറിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു 90 പിക്സൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ 90 പിക്സൽ കൊടുത്തത് കൊണ്ട് നമുക്കിവിടെ എന്ത് വേണം, അതിനൊന്ന്
ആ ഒരു ഹൈറ്റിനെ മൈനസ് ചെയ്തിട്ട് വേണം സ്ക്രീനിൻ്റെ ഹൈറ്റാക്കി നിർത്താൻ. അപ്പോൾ അതിന് നമ്മളൊരു കാൽക്കുലേഷനാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഹൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു നോർമൽ ബ്രാക്കറ്റ് ഇടുകയാണ്. അതിൻ്റെ ഉള്ളിൽ 100 VH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ ഹൈറ്റാണ് 100 VH എന്ന് പറയുന്നത്. മൈനസ് നമ്മുടെ 90 പിക്സൽ, അതായത് നമ്മുടെ ഹെഡറിൻ്റെ ഹൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ലെഫ്റ്റും റൈറ്റും എന്ത് വേണം, ഒരേ ലൈനിൽ വന്ന് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലക്സ് കൊടുക്കുകയാണ്. ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഇമേജിൻ്റെ ഹൈറ്റ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെ സ്ക്രീനിനോട് ഫിറ്റ് ആയിട്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നത്. ഇമേജ് ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഇമേജിൻ്റെ ഹൈറ്റ് ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ അതേ ഹൈറ്റ് തന്നെ നമ്മുടെ ഈ ഒരു സെക്ഷനും കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എച്ച് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ്റിൻ്റെ ഹൈറ്റാണ് ഇതിൽ കിട്ടുക. ഓക്കെ, അതേപോലെ ഞാൻ ഈ ഡിവിന് എന്ത് ചെയ്യാണ്, എച്ച് ഫുള്ള് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ഈ ഇമേജിന് ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് എച്ച് ഒരു 80% മതി നമുക്ക് ഹൈറ്റ്. ഓക്കെ, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ഹൈറ്റിൻ്റെ ഒരു 80%. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കയറി നിന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫിക്സ് ആക്കി നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഡിവിന് കുറച്ച് സ്റ്റൈൽ കൊടുക്കുകയാണ്. ഫ്ലെക്സ് ജസ്റ്റിഫൈ എൻഡ്, അതായത് ഈ ഇമേജിനോട് എന്ത് പറഞ്ഞു, എൻഡിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അതേപോലെ ഐറ്റംസ് എൻഡ്. ഇപ്പം എന്താ സംഭവിച്ചത്, നമ്മുടെ എൻഡിൽ വന്നിട്ട് ഈ ഇമേജ് ഫിക്സ് ആയി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കണ്ടന്റ് മാത്രം സ്റ്റൈൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ H1 സ്റ്റൈൽ കൊടുക്കുകയാണ്. ക്ലാസ് ടെക്സ്റ്റ് 64 പിക്സൽ, അതേപോലെ ഫോണ്ട് ബോൾഡ്, മാർജിൻ ബോട്ടം 20. ഓക്കെ, ഏകദേശമായിട്ടുണ്ടാവും. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കളറൊന്ന് മാറ്റാനുണ്ട്. ടെക്സ്റ്റ് വൈറ്റ്. അതേപോലെ നമ്മുടെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈൻ ഹൈറ്റ് എന്താണ്, കൂടുതലാണ്. കണ്ടൻറ്റിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഷോർട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലീഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ലീഡിങ്ങിനകത്ത് ടൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ലീഡിങ് ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് അടുത്തേക്ക് നിൽക്കും. ഇനി നമ്മുടെ ഈ ഒരു ഡൗൺലോഡ് ഫ്രീക്ക് എന്ത് ചെയ്യാണ്, സ്റ്റൈൽ കൊടുക്കാനുണ്ട്. അത് നമ്മുടെ നേരത്തെ ഉണ്ടല്ലോ, നമ്മുടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇതിനും വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അവിടുത്തെ ആ ക്ലാസ് മൊത്തം കോപ്പി ചെയ്യാണ്, സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു ഏക്ക് സ്പേസ് ഇട്ടിട്ട് ഞാനത് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ഫ്രീ. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 2 സെക്ഷൻ കഴിഞ്ഞു. ഇനി ഈ ഒരു സെക്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വൈ സ്പോട്ടിഫൈ എന്നുള്ള ഈ ഒരു സെക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, നമ്മുടെ സെക്ഷൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, 2 ലൈൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം സെക്ഷൻ എഴുതി. സെക്ഷൻ്റെ ഉള്ളിൽ സെക്ഷൻ ക്ലാസ് റാപ്പർ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഫസ്റ്റ് ഒരു H1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു H1 ഉണ്ട്. അപ്പോൾ അത് എഴുതാം, H1. നമ്മുടെ H1ൻ്റെ ഉള്ളിൽ കണ്ടന്റ് എന്താണ്, വൈ സ്പോട്ടിഫൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു 3 സെക്ഷൻ ഉണ്ട്. ഈ 3 സെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഡിവായിട്ട് എടുക്കാം. അപ്പോൾ ഇത് 3നെയും നമുക്ക് ഒരേ ലൈനിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് 3നും എന്ത് വേണം, ഒരു പാരന്റ് വേണം. അപ്പോൾ ഫസ്റ്റ് ഒരു മെയിൻ ഡിവ്, അതിൻ്റെ ഉള്ളിൽ 3 ഡിവ്, അങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു ഡിവ് എഴുതി, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിവ്. ആ ഡിവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഫസ്റ്റ് ഒരു ഇമേജ് ഉണ്ട്, പിന്നെ ഒരു H3 ഉണ്ട്, പിന്നെ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
ഫസ്റ്റ് IMG എഴുതി. പക്ഷെ നമ്മൾ IMG കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ IMGനെ എന്ത് ചെയ്യണം, സെൻട്രലിലോട്ട് കൊണ്ടുവരണം. സെൻട്രലിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു മൊത്തത്തിലൊരു ഡിവ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൊത്തത്തിലൊരു ഡിവ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമേജ് ചെയ്തതാണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്ത്, ഇമേജസിൻ്റെ ഉള്ളിലുള്ള ലവ് PNG എന്നുള്ളതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ, ഞാനപ്പോൾ അത് എഴുതി, ഇമേജ് എന്ന് കൊടുത്തു. ഇനി ഈ ഡിവിൻ്റെ താഴത്താണ് നമ്മുടെ H3 എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഈ IMG ടാഗിൻ്റെ താഴത്ത് കൊണ്ടുപോയി എഴുതും. അപ്പോൾ അങ്ങനെ എഴുതരുത്, നമ്മുടെ ഈ ഡിവിൻ്റെ താഴത്താണ്. കുറേ ഡിവ് വരുന്നതുകൊണ്ടേ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ ഡിവിൻ്റെ താഴത്താണ് നമ്മുടെ H3. ഓക്കെ, അവിടെ കൊടുക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ കണ്ടന്റ് അവിടെ കൊടുക്കുകയാണ്, മേക്ക് ഇറ്റ് യുവേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ലോറം 20, ഞാൻ ലോറം 20 ആണ് കൊടുത്തത്. ജസ്റ്റ് ഡമ്മി കണ്ടന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം സ്റ്റൈലാണ് ഇതിനും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്റ്റൈൽ ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ സ്പോട്ടിഫൈ എന്നുള്ളത് സ്റ്റൈൽ ചെയ്യണം. അതിൻ്റെ മുന്നായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ക്ലാസ് PY, അതായത് പാഡിങ് ടോപ്പും ബോട്ടും ഒരു 20 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു സ്പേസും അതേപോലെ ഇതിൻ്റെ അടിയിലൊരു സ്പേസും വരാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, PY 20 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ H1 സ്റ്റൈൽ കൊടുക്കാം, ക്ലാസ് ടെക്സ്റ്റ് 56 പിക്സൽ. ഈ ടെക്സ്റ്റ് എന്താണ്, സെൻട്രലാണ് വരേണ്ടത്. ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഈ ടെക്സ്റ്റ് സെൻട്രലിലോട്ട് വരും. ഇനി അതിനെന്ത് ചെയ്യുക, ഫോണ്ട് ബോൾഡ്. ഓക്കെ, ഒരു മാർജിൻ ബോട്ടം ഒരു 10 കൊടുത്തിട്ടുണ്ട്. 10 വേണ്ട, 20 കൊടുക്കാം. ഓക്കെ, മാർജിൻ ബോട്ടം 20 കൊടുത്ത്. ഇനി നമ്മുടെ ഈ ഇതേപോലത്തെ 2 ഡിവും കൂടി വരാനുണ്ട്. ആ ഡിവൊക്കെ എവിടെ വരേണ്ടത്, നമ്മുടെ സെൻട്രലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ് ടെക്സ്റ്റ് ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ അലൈൻ ഐറ്റംസ് സെൻറ്റർ. അലൈൻ ഐറ്റംസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഡിവിൻ്റെ ഉള്ളിലുള്ള ഇമേജിന് സ്റ്റൈൽ കൊടുക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ആ ഇമേജിന് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരാം, ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ. ഓക്കെ, ഇനി ഇമേജിന് ഞാൻ എന്ത് ചെയ്യണം, ക്ലാസ് വിഡ്ത്ത് ഒരു 45 പിക്സൽ കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, വിഡ്ത്ത് കുറച്ച് കുറഞ്ഞു പോയി, ഞാൻ ഏകദേശം ഒരു 60 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ H1 ക്ലാസ് ടെക്സ്റ്റ് 22 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡാണ് വരുന്നത്. ഇനി അതേപോലെ നമ്മുടെ പാരഗ്രാഫിൽ ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് നോർമൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റൈലൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്ട്, കുറച്ച് മാർജിൻ ബോട്ടം കൊടുക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ഈ H3ക്ക് എന്ത് ചെയ്യാം, മാർജിൻ ബോട്ടം 3 കൊടുക്കാം. അതേപോലെ നമ്മുടെ ഈ ഇമേജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഡിവിന് എന്ത് ചെയ്യുക, മാർജിൻ ബോട്ടം 5 കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ 2 ഡിവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ഡിവിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, കണ്ടന്റ് ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ഡിവിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ. അതേപോലെ ഇതിന് വിഡ്ത്ത് നമുക്ക് 33% ഒന്നും വേണ്ട, ഏകദേശം ഒരു 25% മതി. അതേപോലെ മാർജിൻ റൈറ്റ് 10. ഓക്കെ, ഈ സെയിം സാധനം ഞാൻ എന്ത് ചെയ്യണം, ബാക്കി 2 ഡിവിനും കൂടി കൊടുക്കണം. കൺഫ്യൂഷൻ ആവരുത്, എവിടെയാണ് കൊടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ കണ്ടന്റ് എന്ത് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ ഈ ഇമേജ് മാറ്റി കൊടുക്കാനുണ്ട്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് പ്ലേലിസ്റ്റിൻ്റെ ഇമേജാണ്. മൂന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് പ്ലേയുടെ ഇമേജാണ്. പിന്നെ ടൈറ്റിൽ മാറ്റാനുണ്ട്. ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലേലിസ്റ്റ് മെയ്ഡ് ഈസി എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നുള്ള രണ്ടാമത്തെ ടൈറ്റിൽ മാറ്റിയിട്ട്
പ്ലേലിസ്റ്റ് മെയ്ഡ് ഈസി. മൂന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്ലേ ഫോർ യുവർ ഫേവറേറ്റ്. പ്ലേ ഫോർ യുവർ ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ ആ കണ്ടന്റും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ ഏതാ വരുന്നത്? നമ്മുടെ ഈ ഒരു സെക്ഷനാണ് വരുന്നത്. ചെറിയൊരു സെക്ഷനാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് പോവാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, സെക്ഷൻ, അതിൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പർ, അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു H1 ഉള്ളിൽ കണ്ടന്റ് എന്താണ്? ഫോർ എവർ ഫ്രീ. അത് കഴിഞ്ഞിട്ട് ഉള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ P ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ H3 ആയിട്ട് എടുക്കാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് എടുത്താൽ മതി. നോ ക്രെഡിറ്റ് കാർഡ് നീഡഡ് എന്നാണ് നമ്മുടെ കണ്ടന്റ്. നോ ക്രെഡിറ്റ് കാർഡ് നീഡഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ബാക്കിയുള്ള കൊടുക്കാം. ക്ലാസ് PY10 കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, BG green 600. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സെക്ഷൻ വന്നിട്ടുണ്ട്. ഇനി കണ്ടന്റിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നാൽ മതി. കണ്ടന്റിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ എന്താണ്, ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് വരും. ഇനി അതിന് എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കി പ്രോപ്പർട്ടീസ് കൊടുക്കുക. ടെക്സ്റ്റ് 56 പിക്സൽ, ഫോണ്ട് ബോൾഡ്. ഓക്കെ, ഇനി ഈ ഒരു കണ്ടന്റിനാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കാനുള്ളത്. അതിനെന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ, ടെക്സ്റ്റ് 40 പിക്സൽ. ഓക്കെ, നോ ക്രെഡിറ്റ് കാർഡ് നീഡഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ ഏതാണ്? നമ്മുടെ ഈ ഗോട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അതേ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റിലൊക്കെ അവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. സെക്ഷൻ്റെ ഉള്ളിൽ സെക്ഷൻ ഡോട്ട് റാപ്പർ, അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് H1 എന്താണ്, ഗോട്ട് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് വരുന്നത് ഓരോരോ ഡിവ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഡിവ്, അതേപോലെ രണ്ടാമത്തെ ഡിവ്, മൂന്നാമത്തെ ഡിവ്, നാലാമത്തെ ഡിവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരെണ്ണത്തിൻ്റെ സ്റ്റൈൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ബാക്കി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടന്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഡിവ് നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, ഒരു ഫിക്സഡ് വിഡ്ത്ത് ഉണ്ട്. ഏകദേശം ഒരു 35% നമ്മുടെ സ്ക്രീനിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ഇതിൻ്റെ ഒരു 35%ഓളം ആ ഡിവ് വിഡ്ത്ത് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു H3 ആണുള്ളത്. അതേപോലെ ഒരു ഇമേജും ഉണ്ട് അല്ലേ, ഒരു ഇമേജും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇമേജ് കൊടുക്കാം. ഇമേജ് എന്താണ്, ഡൗൺ ആരോ എന്നുള്ളതാണ് നമ്മുടെ ഇമേജ്. ഓക്കെ, H3യുടെ ഉള്ളിൽ കണ്ടന്റ് എന്താണ് വരുന്നത്, ഹൗ ഡു ഐ ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്. ഹൗ ഡു ഐ ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അതിന് വേണ്ട സ്റ്റൈലുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സെക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സെക്ഷൻ എന്ത് ചെയ്യാണ്, PY നേരത്തെ കൊടുത്ത പോലെ തന്നെ PY20 കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറൊന്നുമില്ല. ഇനി നമ്മുടെ H1 സ്റ്റൈൽ കൊടുക്കണം. ക്ലാസ് ടെക്സ്റ്റ് 56 പിക്സൽ, ടെക്സ്റ്റ് സെൻറ്റർ, മാർജിൻ ബോട്ടം 20, ഫോണ്ട് ബോൾഡ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാധനം കൂടി റെഡിയാക്കാനുണ്ട്. നമ്മുടെ ഡിവിൻ്റെ സ്റ്റൈലാണ് കൊടുക്കാൻ പോകുന്നത്. ക്ലാസ് വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 35% ഉള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അത് ഫ്ലെക്സ് ചെയ്യാനുണ്ട്, ജസ്റ്റിഫൈ ബിറ്റ്വീൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് രണ്ടും ഒരേ ലൈനിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനുണ്ട്, ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. അതേപോലെ നമ്മുടെ ഇമേജിന് എന്ത് ചെയ്യണം, വിഡ്ത്ത് ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട്. വിഡ്ത്ത് 22 പിക്സൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് എന്തുണ്ട്, ഒരു ബോർഡർ ബോട്ടം ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ആ ബോർഡർ ബോട്ടം കൊടുക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു പാഡിങ് ബോട്ടം 3 അതേപോലെ മാർജിൻ ബോട്ടം 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോർഡർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ബോട്ടം എന്നാണ് മീൻ ചെയ്യുന്നത്. ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബോർഡർ ബോട്ടം അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മളിവിടെ റാപ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, CSS പോയി കഴിഞ്ഞാൽ വിഡ്ത്ത് കൊടുത്തതിന് ശേഷം മാർജിൻ 0 ഓട്ടോ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ M ഓട്ടോ എന്ന് കൊടുത്താൽ മതി. M ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് സെൻറ്ററിലോട്ട് വരും. ഓക്കെ അല്ലേ? ഇനി ഇതേപോലത്തെ കണ്ടന്റാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ളത്. അതിന് മുന്നേ നമ്മുടെ H3ക്കുള്ള സ്റ്റൈലും കൂടി കൊടുക്കാം. ടെക്സ്റ്റ് 18 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടോട്ടൽ 4 അപ്പോൾ 3 വട്ടം എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം നമ്മുടെ ഡിസൈൻ. ഓക്കെ, 4 ഇവിടെ ഉള്ളത്. നമ്മുടെ ഇതിവിടെ വന്നിട്ടുണ്ട്, ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. ഹൗ ഡു ഐ ആക്റ്റീവ് ഡാറ്റ സെർവർ മോഡ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡു ഐ ആക്റ്റീവ് ഡാറ്റ സെർവർ, ഡാറ്റ സെർവർ അല്ല സേവറാണ്. ഓക്കെ, സോറി, സെർവർ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഹൗ ടു മേക്ക് എ പ്ലേലിസ്റ്റ്. ഹൗ ടു മേക്ക് എ പ്ലേലിസ്റ്റ്. അടുത്തത് വേർ ക്യാൻ ഐ ഫൈൻഡ് പോഡ്കാസ്റ്റ്. വേർ ക്യാൻ ഐ ഫൈൻഡ് പോഡ്കാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഈ ഒരു സെക്ഷനാണ് വരുന്നത്. നമ്മുടെ മുകളിലുള്ള ഈ ഒരു സെയിം സെക്ഷൻ്റെ കോപ്പി തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതന്നെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സെക്ഷൻ, നമ്മുടെ ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ സെക്ഷൻ മൊത്തം കോപ്പി ചെയ്തതിന് ശേഷം Ctrl+C ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ സെക്ഷൻ്റെ താഴത്ത് കൊണ്ടുവന്നിട്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടന്റ് എന്താണ്, റെഡി ലെറ്റ്സ് പ്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാലും മതി. റെഡി ലെറ്റ്സ് പ്ലേ. താഴത്ത് എന്താണ്, ഒരു ബട്ടണാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ബട്ടണ് താഴത്ത് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സെയിം എ എടുത്താൽ മതി. നമ്മുടെ സെക്ഷനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു എ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു എ ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു സൈഡിലാണ് വന്ന് കിടക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാനൊന്നുമില്ല. നമ്മുടെ സെക്ഷൻ റാപ്പറിന് എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആയിട്ട് H1 എന്ത് ചെയ്യുക, ഒരു മാർജിൻ ബോട്ടം കൊടുക്കാം. മാർജിൻ ബോട്ടം 10. ഓക്കെ, അത് താഴത്തോട്ട് നിന്നിട്ടുണ്ട്. ഡൗൺലോഡ് ഫ്രീ എന്നല്ല നമ്മുടെ കണ്ടന്റ്, ഡൗൺലോഡ് സ്പോട്ടിഫൈ ഫ്രീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡൗൺലോഡ് സ്പോട്ടിഫൈ
ഫ്രീ. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ക്യാപിറ്റലൈസ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? അപ്പർ കേസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബ്ലാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊക്കെ ക്യാപിറ്റലൈസ് ആവും. പിന്നെ നമുക്ക് എന്തുണ്ട്? ഫോണ്ട് സെമി ബോൾഡാണ്. ഓക്കെ, ഫോണ്ട് സെമി ബോൾഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനും കഴിഞ്ഞ് നമ്മുടെ ഈ മുകളിലത്തെ ഇതും ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയാണ് ഡിസൈനിൽ വരുന്നത് എന്നുള്ളത്. ഫുള്ള് ഒരു ഫോണ്ട് സെമി ബോൾഡാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? മുകളിൽ വന്ന് ജസ്റ്റ് മാറ്റിക്കോളാം. നമ്മുടെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് കടക്കുകയാണ്. ലാസ്റ്റ് സെക്ഷൻ ഏതാണ്? നമ്മുടെ ഈ ഒരു ഫൂട്ടറാണ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹെഡർ സെയിം കോപ്പിയാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. അതിൽ ഡിഫറൻസ് ഈ ലോഗോ ഇവിടുന്ന് പോവും. പിന്നെ ഈ സെക്ഷൻ ഇങ്ങോട്ട് വരും. ഇവിടെ വേറൊരു പി സെക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ഹെഡർ സെക്ഷന് അവിടുന്ന് അതേപോലെ കോപ്പി ചെയ്യാണ്. നിങ്ങൾ കോപ്പി ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് സെയിം കോപ്പി ചെയ്തു. ഈ ഹെഡർ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? ഫൂട്ടർ എന്നാക്കി. ഇവിടെ മുകളിൽ മാറ്റുമ്പോൾ തന്നെ താഴത്ത് എന്ത് ചെയ്യും? മാറും. അതേപോലെ നമുക്ക് എന്ത് വേണ്ട? ഈ ഒരു H1 ഇവിടെ വേണ്ട. അപ്പോൾ ഞാൻ ആ ഒരു H1 ഒഴിവാക്കി. പിന്നെ അതിന് പകരം ഇവിടെ നമുക്ക് ഹോം, എബൌട്ട്, ബ്ലോഗ്, നമ്മുടെ ഈ ലാസ്റ്റത്തെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ വേണ്ട. അപ്പം ഞാനത് ഒഴിവാക്കി. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? ഒരു LI ടാഗും കൂടി എഴുതുകയാണ്. ആ ടാഗ് ഞാൻ എന്താ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്ഷനാണ് കോപ്പി റൈറ്റിൻ്റെ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു P ടാഗ് ചെയ്താണ്. അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ക്ലാസ് ടെക്സ്റ്റ് 12 പിക്സൽ ചെറിയ ടെക്സ്റ്റാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. കോപ്പി റൈറ്റ് C 2021 സ്പോട്ടിഫൈ ഓൾ റൈറ്റ്സ് റിസർവ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. കോപ്പി റൈറ്റിൻ്റെ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കീബോർഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ബാക്കിയുള്ള കണ്ടന്റ് ഞാനൊന്ന് എഴുതാണ്. 2021 സ്പോട്ടിഫൈ ഓൾ റൈറ്റ്സ് റിസർവ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റ് എഴുതി. ഇനി ഈ കോപ്പി റൈറ്റിൻ്റെ സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കോപ്പി റൈറ്റ് സിമ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ കോപ്പി റൈറ്റിൻ്റെ സിമ്പിൾ. ഇവിടെ ഫസ്റ്റ് കാണുന്നതിന് എന്ത് ചെയ്യുക? Ctrl+C ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ 2021 ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈന് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഫുൾ വെബ്സൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒപ്പം സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനിയും ഏകദേശം ഒരു 4 വെബ്സൈറ്റോളം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിൽ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക? ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വെബ്സൈറ്റായിട്ട് കാണാം. ബൈ.